തിരുവനന്തപുരത്ത് ഡിവൈഎഫ്ഐ നേതാവിന് കുത്തേറ്റ സംഭവത്തിൽ പ്രതി ബിജു അറസ്റ്റിലായിരിക്കുന്നു. ബിജുവിനൊപ്പമുണ്ടായിരുന്ന ചന്തുവിനായി തെരച്ചിൽ ഊർജിതമാക്കുകയാണ് പോലീസ്. കുമാരപുരം യൂണിറ്റിലെ പ്രവീണിന് കഴുത്തിലാണ് കുത്തേറ്റത്. വിവരങ്ങളുമായി അഞ്ജു ജയപ്രകാശ് ചേരുന്നു. അഞ്ജു, എവിടെ നിന്നാണ് ഈ പ്രതി പിടിയിലായിരിക്കുന്നത്? ഇനി ഒരാളെ കൂടി കിട്ടാനുണ്ടല്ലോ, അയാൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ എങ്ങനെ നടക്കുന്നു? ലക്ഷ്മി, ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ രണ്ടംഗ മദ്യപാന സംഘത്തിൽ നിന്ന് ഈ കുമാരപുരം യൂണിറ്റിലെ ഡിവൈഎഫ്ഐ നേതാവ് പ്രവീണിന് കുത്തേൽക്കുന്നത്. കഴുത്തിന് പുറകിലായിട്ടാണ് കത്തികൊണ്ട് കുത്തേൽക്കുന്നത്. അതിൽ ഒരാൾ ഇപ്പോൾ കസ്റ്റഡിയിലായിരിക്കുകയാണ്. കസ്റ്റഡിയിലായത് തിരുവനന്തപുരം സ്വദേശി ബിജു ആണ്. ഇയാൾ കയ്യിലുണ്ടായിരുന്ന കത്തികൊണ്ട് പ്രവീണിന്റെ കഴുത്തിന് മുകളിലായി കുത്തുകയായിരുന്നു. കുത്തിയ ഉടൻ തന്നെ ബിജുവും ഒപ്പം കൂടി ഉണ്ടായിരുന്ന ചന്തുവും ഓടി രക്ഷപ്പെട്ടു. എന്നാൽ ഇവർ ഒളിവിലിരിക്കുന്ന സമയത്താണ് മെഡിക്കൽ കോളേജ് പോലീസ് ബിജുവിനെ പിടികൂടുന്നത്. ശേഷം ചന്തുവിനായിട്ടുള്ള തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ടെന്നാണ് മെഡിക്കൽ കോളേജ് പോലീസ് പറയുന്നത്. നിലവിൽ ഈ കുമാരപുരം ഡിവൈഎഫ്ഐ നേതാവ് പ്രവീണിന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടിട്ടുണ്ട്. അതീവ ഗുരുതരമല്ല പരിക്ക് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ലക്ഷ്മി. അഞ്ജു ജയപ്രകാശ്, തിരുവനന്തപുരത്ത് നിന്ന്.